വീണ്ടും ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് കേരള സർവകലാശാല VC. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ VC തിരിച്ചയച്ചു. 2 ഫയലുകളാണ് മടക്കിയത്. അതേസമയം ഡോക്ടർ മിനി കാപ്പൻ അയച്ച ഫയലുകൾ സ്വീകരിക്കുകയും ചെയ്തു. ഷീജ ചേരുകയാണ്. ഷീജ, വൈസ് ചാൻസലറുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ്, രജിസ്ട്രാർ അയക്കുന്ന ഫയലുകൾ തിരസ്കരിക്കുകയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും ഷമ്മി, ഏതായാലും കേരള സർവകലാശാലയിൽ ഒരു ഭരണപ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് രജിസ്ട്രാർ KS അനിൽകുമാർ അദ്ദേഹം ഈ ഫയലുകളുടെ നീക്കം കേരള സർവകലാശാലയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന്റെ സസ്പെൻഷന് ശേഷം അദ്ദേഹം തിരിച്ച് ചുമതലയിലേക്ക് സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മടങ്ങിയെത്തിയതിനു ശേഷം അത്തരത്തിൽ ഫയൽ നീക്കത്തിലേക്ക് കടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി അദ്ദേഹം ഇത്തരത്തിൽ ഈ ഫയലുകളുടെ നീക്കം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ VC വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഈ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകുന്ന ഫയലുകൾ, ഒപ്പിട്ട് നൽകുന്ന ഫയലുകൾ ഒന്നും തന്നെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയത്. പക്ഷേ രജിസ്ട്രാർ KS അനിൽകുമാർ VCക്ക് 3 ഫയലുകളാണ് ഒപ്പിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ഫയലുകൾ 3 തിരിച്ചയച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ KS അനിൽകുമാർ അയക്കുന്ന ഫയലുകൾ മടക്കുമ്പോൾ പക്ഷേ VC തന്നെ ഇൻചാർജ് രജിസ്ട്രാറായി നിയമിച്ച ഡോക്ടർ മിനി കാപ്പനുണ്ട്. മിനി കാപ്പൻ ഒരു ഭാഗത്ത് ഫയൽ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. മിനി കാപ്പൻ അയച്ച 25 ഫയലുകളാണ് ഇപ്പോൾ രജിസ്ട്രാർ ഒപ്പിട്ട് അതിന് VC അനുമതി നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നത്. അതായത് KS അനിൽകുമാറിനെ ഒരു തരത്തിലും ഇവിടെ സർവകലാശാലയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ അനുവദിക്കരുത് എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് വൈസ് ചാൻസലർ ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വൈസ് ചാൻസലർ മറ്റൊരു നീക്കം കൂടി നടത്തുന്നത്, രജിസ്ട്രാർ KS അനിൽകുമാർ അദ്ദേഹത്തിന് സർവകലാശാലയുടേതായിട്ടുള്ള ഔദ്യോഗിക വാഹനമുണ്ട്. ആ വാഹനത്തിലാണ് സർവകലാശാലയിലേക്ക് വരുന്നതും പോകുന്നതും. ഈ വാഹനം കൂടി ഇല്ലാതാക്കാനുള്ള, അതായത് ഈ വാഹനം ഉപയോഗിക്കുന്നത് അനധികൃതമായിട്ടാണ് എന്നുള്ളൊരു നിലപാടാണ് VC സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വാഹനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ VCക്ക് ഇടപെടാൻ സാധിക്കും എന്ന തരത്തിലുള്ള പരിശോധനകളിലേക്കടക്കം VC കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പൂർണ്ണമായും സിൻഡിക്കേറ്റിനെയും അതോടൊപ്പം തന്നെ രജിസ്ട്രാറെയും പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള നീക്കങ്ങളാണ് VC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ സർവകലാശാലയുടെ ഭരണം അത് ഒരു സ്തംഭനാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ എത്തും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ VC ദ്രുതഗതിയിൽ സർവകലാശാലയിൽ സ്വീകരിക്കുന്നത്. ഇതുവരെയായി സർവകലാശാലയിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഓരോ ഘട്ടത്തിലും നൽകിക്കൊണ്ട് തന്നെയാണ് VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നത്. ഷമി, ഷീജ, ഈ രജിസ്ട്രാറുടെ വാഹനമടക്കം തിരിച്ചെടുക്കാനുള്ള ചില ആലോചനകൾ VCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതായി അറിയുന്നു. എന്തൊക്കെയാണ് അത് സംബന്ധിച്ച കാര്യങ്ങൾ? ഷമി, അതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അതായത് സർവകലാശാലയിൽ രജിസ്ട്രാർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ള വാഹനം സർവകലാശാല നൽകുന്നുണ്ട്. ആ വാഹനത്തിൽ തന്നെയാണ് അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തുന്നതും ഇവിടെ നിന്ന് മടങ്ങുന്നതും. ഈ വാഹനം പോലും ഉപയോഗിക്കുന്നത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നടത്തുന്നത്. കാരണം KS അനിൽകുമാർ ഇന്ന് രാവിലെയും എത്തിയത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ തന്നെയാണ്. ഈ വാഹനം അനധികൃതമായി ഉപയോഗിക്കുന്നു KS അനിൽകുമാർ എന്നുള്ളതാണ് VCയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം ഇതിന്റെ വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഇനി മറ്റു സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. അതായത് ഈ വാഹനത്തിന്റെ ഉപയോഗം KS അനിൽകുമാർ നടത്തുന്നത് റദ്ദാക്കാൻ ഏത് തരത്തിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു സാധ്യത അത് VC പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.